Church of Mary in Ephesus was constructed in 5th century. It was one of the first churches dedicated to the Virgin Mary and an important site for the early Christian community. എഫെസസ് കൗൺസിൽ സഭയുടെ, അതായത് ക്രിസ്ത്യൻ സഭയുടെ മൂന്നാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ 431 AD ചേർന്നത്. ക്രിസ്തുവിൻ്റെ സ്വഭാവവും കന്യക മറിയത്തെക്കുറിച്ചും അടിസ്ഥാനപരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച ധാർമ്മിക തർക്കങ്ങളെ ഇതിൽ ചർച്ച ചെയ്തു. അതായത് ക്രിസ്തുവിന് 2 തരം വ്യക്തിത്വങ്ങളുണ്ടെന്ന് വാദിച്ച കോൺസ്റ്റാന്റിനോപ്പിൾ പേട്രിയാർക്ക് ആയ ജോൺ നെസ്റ്റോണിയൻ തൻ്റെ പഠിപ്പിക്കലിനെ തള്ളി ക്രിസ്തു പൂർണ്ണമായി ദൈവികവും മാനുഷികവുമായ ഒരേ ഒരു വ്യക്തിയാണെന്ന് പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, മറിയത്തെ, അതായത് യേശുവിൻ്റെ അമ്മ മറിയത്തെ ദൈവമാതാവ്, ദൈവത്തെ പ്രസവിച്ചവൾ ഓർ തിയോട്ടോക്കോസ് എന്ന് വിളിക്കണമെന്ന് 431 കൗൺസിൽ സ്ഥിരീകരിച്ചു. This title emphasized that Jesus was divine from the moment of his conception and that Mary therefore bore God in her womb. അന്നത്തെ കൗൺസിൽ അത് അംഗീകരിച്ചെങ്കിലും ഇന്നും ഒരു കോൺട്രവേഴ്സിയായി നിലകൊള്ളുന്നു. അൾത്താരയുടെ സൈഡിലായിട്ട് കാണുന്ന പോപ്പിച്ചെടികളാണ് നാം കാണുന്നത്. കാടും ഒക്കെ ഇടയ്ക്ക് വളർന്നിട്ടുണ്ട്. ഇതാണ് അൾത്താര. എവിടെ പോയാലും നമ്മൾ കുരിശ് കാണാറില്ല, പക്ഷേ ഈ അൾത്താരയുടെ ആ ഭാഗത്തായിട്ട് ഒരു കുരിശ് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് അത് പോംഗ്രനേറ്റ്, നമ്മുടെ മാതള നാരകത്തിൻ്റെ മരവും അതിൻ്റെ പൂ ഇങ്ങനെ നിൽക്കുന്നതുണ്ടോ. നല്ല രസമല്ലേ അത് കാണാൻ. അതിൻ്റെ ആ ഭംഗി കണ്ടുകൊണ്ട് പോയെടുത്ത്. ഇതാരും കണ്ടിട്ടില്ലാത്തതൊന്നുമല്ല, പക്ഷേ ഇത്രയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇതുവരെ എൻ്റെ വീഡിയോ കാണുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും ഇതിൽ കൂടെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഓരോന്നും ഞാൻ വായിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം അച്ഛനിൽ നിന്ന് ഞാൻ കടമെടുത്തതാണ്. കാരണം ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അത് വെർട്ടിക്കലായിപ്പോയി. അതെനിക്കിതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു. എഫെസസിലെ സുന്നഹദോസിനെ പറ്റിയായിരുന്നല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് 6 പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരുന്നു നിലവിൽ വന്നത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നായി, അതായത് ആഫ്രിക്ക, ഏഷ്യ മുതലായ ഭൂഖണ്ഡങ്ങളിൽ നിന്നായി 130 ബിഷപ്പുമാർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായ ക്ലർജികൾ അന്നത്തെ സുന്നഹദോസിൽ പങ്കെടുത്തിരുന്നു. വളരെ നീളവും ഏകദേശം ഒരു 200 മീറ്റർ അടുപ്പിച്ച് ഈ പള്ളിക്ക്, അതായത് ഈ ബസലിക്കയ്ക്ക് നീളമുണ്ട്. നടുക്ക് ഞങ്ങൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മാമോദിസ തൊട്ടിയും കാണുവാനിടയായി. അതൊരു ചെറിയതൊന്നുമല്ല, സാധാരണ പള്ളി ഇരിക്കുന്ന പോലത്തെ സൈസൊന്നുമല്ല, വലിയ സൈസിലുള്ളത്. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും അങ്ങിലണച്ചു കുമ്പിടുന്നു. മുമ്പേ ഞാൻ പറഞ്ഞ അൾത്താരയിൽ തന്നെയാണ് ക്രൂശും ഒക്കെ ആയിട്ട്. നമ്മൾ കണ്ട പള്ളികളിലെ അധികവും അതിൻ്റെ തറയും ചില ഭിത്തികളും എല്ലാം ഈ മാർബിൾ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതായത് മാർബിൾ കോളംസ്, അത് നോക്കിയ തൂണുകൾ അതുപോലും മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും പഴയ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെങ്കിൽ ഇതുപോലെ ഒരു പള്ളി ഇങ്ങനെ കാണാനില്ല. അത്ര ഭംഗിയായിട്ടാണ് അന്നത്തെ ബൈസന്റൈൻ ഭരണകാലം, മാറി മാറി വന്ന ബൈസന്റൈൻ ചക്രവർത്തിമാർ അവരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. അങ്ങനെ എഫെസോസിലെ മദർ മേരി ചർച്ച് കഴിഞ്ഞു. അടുത്ത ഈ കള്ളിമുൾച്ചെടി കണ്ടോ? ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സെന്റ് ജോൺസ് ബസിലിക്കയിലാണ്. സെന്റ് ജോൺ ബസിലിക്ക ഒരു പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ്. ഇപ്പോഴത്തെ തുർക്കിയിലെ
പുരാതന നഗരമായ എഫെസോസിന്റെ സമീപത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ബസിലിക്ക AD 6-ാം നൂറ്റാണ്ടിൽ, അതായത് AD 527-നും 565-നും ഇടയ്ക്കാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ജസ്റ്റീനിയൻ ഒന്നാമൻ എന്ന ചക്രവർത്തിയാണ് അത് നിർമ്മിച്ചത്. വിശുദ്ധ യോഹന്നാന്റെ കല്ലറ ഇവിടെയാണ്. വിശുദ്ധ യോഹന്നാന്റെ ശവകുടീരത്തിന് മീതെയാണ് ഈ ബസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് സെന്റ് ജോൺ ബസിലിക്കയുടെ അവശിഷ്ടങ്ങൾ ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ്. ബൈസന്റൈൻ കാലത്ത് നിർമ്മിച്ച ഈ പള്ളിയുടെ പണികൾ വളരെ ശ്രദ്ധേയമാണ്. എസ്പെഷ്യലി ഇതിൻ്റെ തൂണുകൾ, മാർബിൾ തൂണുകളും മറ്റും. വിശുദ്ധ യോഹന്നാന്റെ ശവകുടീരത്തിലേക്കാണ് നാം നടക്കുന്നത്. അതിന് ചേർന്ന, അതായത് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. അത് ആ ശവകുടീരം, അതായത് അടക്കം ചെയ്ത ആ ഭാഗമൊന്ന് കാണുന്നത് തന്നെ നമുക്ക് മനസ്സിന് എന്തോ അത് പറഞ്ഞറിയിക്കാൻ വല്ലാത്ത ഒരു സന്തോഷവും, എന്താണ് അത് പറയേണ്ടതെന്ന് അറിയത്തില്ല, അത് കൃതജ്ഞതയും ഒക്കെയാണ്. അത് ദൈവത്തിനോ നമ്മൾ നന്ദി അർപ്പിക്കുകയാണ്. കല്ലറയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് ഒരു മാമോദിസ തൊട്ടിയാണ്. അതിൻ്റെ ഷേപ്പ് കീ ഹോൾ ഷേപ്പായിട്ടോ ക്രോസ് ആയിട്ടോ നമുക്ക് കാണപ്പെടാം. അതിൽ വെള്ളം നിറച്ചാണ് അന്നത്തെ ജനങ്ങളെ സ്നാനപ്പെടുത്തിയിരുന്നത്. അതൊരു പ്രത്യേക ഷേപ്പിലാണ്. അത് ഞാൻ നേരത്തെ അങ്ങ് വിവരിച്ചു തുടങ്ങിയതായത് കണ്ടോ. ഇനിയും നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഒരു ലേ ഔട്ട്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്ന ഫോട്ടോ എടുത്തതാണ്. ഭയങ്കര നീളമാണ്. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ നോക്കിക്കേ, അല്ല അടിപ്പാതകളൊക്കെ ഉണ്ട്. ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ അത് ഭയങ്കര അതിശയകരമാണ്. അന്നത്തെ കാലത്തെ ഇത്രയൊക്കെ ബുദ്ധിയൊക്കെയുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളത്. ഹു ഈസ് സെന്റ് ജോൺ? വിശുദ്ധ യോഹന്നാനെ പറ്റി അറിയാത്തവർക്കായി. വിശുദ്ധ യോഹന്നാൻ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ യേശുവിന് ഏറ്റവും അടുത്ത്, അല്ലെങ്കിൽ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളായി കണക്കാക്കപ്പെടുന്നു. ബൈബിളിൽ പുതിയ നിയമത്തിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം കൂടാതെ 3 ലേഖനങ്ങൾ, അതായത് ജോൺ 1, 2 and 3, കൂടാതെ വെളിപ്പാട് പുസ്തകം എന്നിവ രചിച്ചത് യോഹന്നാനാണ്. ക്രിസ്തുവിന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം ആദിമസഭകൾ സ്ഥാപിക്കുന്നതിന് അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. St. John was exiled to the island of Patmos during the reign of the Roman Emperor Domitian. It was here that he have received the visions recorded in the book of Revelation. അപ്പോസ്തലന്മാരിൽ ഭൂരിഭാഗവും വീരമൃത്യു വരിച്ചപ്പോൾ വിശുദ്ധ യോഹന്നാൻ മാത്രം വാർദ്ധക്യത്തിലെത്തിയാണ് മരിച്ച് നമ്മൾ ഈ കണ്ട സ്ഥലത്ത് അടക്കപ്പെട്ടത്. ഇന്ന് സെന്റ് ജോൺ ബസിലിക്ക ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ്. എഫെസോസിലെ സെന്റ് ജോൺ ബസിലിക്ക പ്രാരംഭ ക്രിസ്തുമത സഭയുടെ സ്വാധീനവും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ശില്പകലാശേഷിയും തെളിയിക്കുന്നു. ഇന്നത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങിയപ്പോൾ മറ്റൊരു നയനാനന്ദകരമായ കാഴ്ച, എഫെസോസിലെ മഴവില്ലേ, ഭയങ്കര സന്തോഷമുളവാക്കിയതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ യാത്രകൾ ഞങ്ങൾ മതിയാക്കി ഹോട്ടലിലേക്ക് പോവാണ്. ഇത് ഒലിവുമരങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും അടുത്ത ദിവസം നമുക്ക് സർദീസിലെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ എൻ്റെ യാത്രകളിൽ കൂടെ സഞ്ചരിക്കുന്നുവെന്ന് കരുതട്ടെ. താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ വളരെ താങ്ക്ഫുള്ളാണ് അതിന്. താങ്ക് യു സോ മച്ച്.